എല്ലാ സുഹൃത്തുക്കൾക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെ വിൻഡോസ് സിസ്റ്റത്തിലെ ഡിഫോൾട്ട് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളേഷൻ ഡ്രൈവ് ചേഞ്ച് ചെയ്യാം എന്നതാണ്. അതായത് നമ്മൾ സാധാരണയായി സോഫ്റ്റ്വെയറുകളെല്ലാം ഇൻസ്റ്റാൾ ആവുന്നത് സി ഡ്രൈവിലാണ്. സി ഡ്രൈവിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് പകരം ഡി ഡ്രൈവിലോ ഇ ഡ്രൈവിലോ മാറ്റി എങ്ങനെ നമുക്ക് സോഫ്റ്റ്വെയറുകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത്. ഇതിനായി താഴെയുള്ള സെർച്ച് ബാറിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സെർച്ച് ഓപ്ഷന്റെ അവിടെ റെജിഡിറ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം രജിസ്ട്രി എഡിറ്റർ വിൻഡോ ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ നമ്മൾ രജിസ്ട്രി എഡിറ്റർ വിൻഡോയിൽ എത്തുന്നതാണ്. ഇവിടെ HKey ലോക്കൽ മെഷീൻ ഫോൾഡറിന് നേരെയുള്ള ആരോ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അതിന് താഴെയുള്ള സോഫ്റ്റ്വെയർ എന്ന ഫോൾഡറിന് നേരെയുള്ള ആരോയിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴെ മൈക്രോസോഫ്റ്റ് എന്ന ഫോൾഡറിന് നേരെയുള്ള ആരോയിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം വിൻഡോസ് എന്ന ഫോൾഡറിന് നേരെയുള്ള ആരോയിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കറന്റ് വെർഷൻ എന്ന ഫോൾഡറിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ കറണ്ട് വെർഷന്റെ രജിസ്റ്റർ എഡിറ്ററിൽ എത്തുന്നതാണ്. ഇവിടെയുള്ള പ്രോഗ്രാം ഫയൽസ് ഡയറക്ടറിയിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നമ്മൾ ഏത് ഡ്രൈവിലേക്കാണ് ഇൻസ്റ്റാളേഷൻ മീഡിയ മാറ്റാൻ ഉദ്ദേശിക്കുന്നത് ആ ഡ്രൈവിന്റെ ലെറ്റർ C എന്ന ഭാഗത്ത് മാറ്റി ടൈപ്പ് ചെയ്യുക. ഞാനിവിടെ D ഡ്രൈവ് ആണ് സെലക്ട് ചെയ്യുന്നത്, അതുകൊണ്ട് D എന്ന് ടൈപ്പ് ചെയ്ത് OK പ്രസ് ചെയ്യുന്നു. ഇതിനുശേഷം അതിന് താഴെയുള്ള പ്രോഗ്രാം ഫയൽ ഡയറക്ടറി *86 എന്ന ഓപ്ഷൻ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് ഇവിടെയും D ഡ്രൈവ് സെലക്ട് ചെയ്ത് OK പ്രസ് ചെയ്യുക. ഇനി അവസാനമായി അതിന് താഴെയായി വരുന്ന പ്രോഗ്രാം W6432 ഡയറക്ടറി എന്ന ഓപ്ഷനിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഇവിടെയും C ഡ്രൈവ് മാറ്റി D ഡ്രൈവ് ടൈപ്പ് ചെയ്ത് OK പ്രസ് ചെയ്യുക. ഇത്രയും ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഡിഫോൾട്ട് ഇൻസ്റ്റാളേഷൻ മീഡിയ C ഡ്രൈവിൽ നിന്ന് D ഡ്രൈവിലേക്ക് മാറ്റപ്പെടുന്നതാണ്. ശേഷം ഇവിടെ ക്ലോസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഈ വിൻഡോ നമുക്ക് ക്ലോസ് ചെയ്യാം. ശേഷം കമ്പ്യൂട്ടർ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക. ഇനി നമ്മൾ പുതിയതായി സോഫ്റ്റ്വെയറുകൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അവ ഡയറക്റ്റായി D ഡ്രൈവിലേക്ക് ഇൻസ്റ്റാൾ ആവുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വീഡിയോ ഇനി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.